ശിഷ്യനാണ്, അങ്ങനെ ഒരു അപജയം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ അത് തിരുത്തേണ്ടത് ഗുരുവിന്റെ ഉത്തരവാദിത്വമാണ്. എല്ലാം ഗുരുവിന്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായ? ഗുരു വന്ന് ശരിയാക്കുമെന്നോ? ഗുരു വന്ന് ശരിയാക്കൂല. ഗുരു എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ശരിയാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഈ ലോകത്തിന് ഈ നന്മ പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ലോകം വെട്ടിപ്പിടിക്കാനൊന്നുമല്ല ഗുരു പറഞ്ഞത്. ഗുരു എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച്, നല്ല രീതിയിൽ കർമ്മം ചെയ്ത്, നമ്മുടെ പുണ്യം സമ്പാദിച്ച് നല്ല സത്സന്താനങ്ങളെ ജനിപ്പിക്കുക. അല്ലാതെ കതിരിമെ കൊണ്ട് വളം വെക്കണമെന്നല്ല ഗുരു പറഞ്ഞത്. ആ വിത്തിടുമ്പോ മുമ്പ് തന്നെ നമ്മൾ നില ഉഴുതു മറിച്ച് അവിടെ വളവിട്ട് ആ വിത്തിന് വളരാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണമെന്നാണ് ഗുരു പറഞ്ഞത്, സിമ്പിളായിട്ട്. അപ്പൊ നമ്മൾ എന്താ പറയുക, വിവാഹം കഴിച്ച് പലരും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു നല്ല കുഞ്ഞു ജനിക്കാനുള്ള കർമ്മം ചെയ്യുന്നത് ഇന്ന് പലരും മദ്യപിച്ചിട്ടും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഗുരു പറഞ്ഞ എന്താണ്? പൗർണമി ദിവസം പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക. നമ്മൾക്ക് ജനിക്കാനുള്ള നമ്മുടെ പിതൃക്കളായാലും കൊള്ളാം, ദേവീദേവന്മാരായാലും കൊള്ളാം, അത്രയ്ക്ക് ജ്ഞാനികളായാലും കൊള്ളാം, ഋഷികളായാലും കൊള്ളാം, അങ്ങനെയുള്ള കൂടിയ ആത്മാക്കളുണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ജന്മം കിട്ടാൻ പ്രാർത്ഥിക്കുന്നത് മോക്ഷത്തിന് വേണ്ടി. അതേപോലുള്ള കുഞ്ഞുങ്ങളെ നമ്മളുടെ പരിശുദ്ധമായ ഗർഭപാത്രത്തിൽ ജനിപ്പിക്കണം. പരിശുദ്ധമായ ഗർഭപാത്രം മാത്രം കിട്ടിയാൽ പോരെ. പരിശുദ്ധമായ ഒരു ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്ത ബന്ധത്തിലാണ് നല്ല കുഞ്ഞ് ഉത്ഭവിക്കുന്നത്, ഇല്ലേ? അപ്പൊ അങ്ങനെ ഉത്ഭവിക്കുമ്പോ അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. അതിലേക്ക് ശ്രമിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. അങ്ങനെ നല്ല കുട്ടികൾ ജനിച്ച് ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം. ജനിച്ചാൽ മാത്രം പോരാ. ഗുരു പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ ആ കൊച്ചുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അത് ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ മാതാപിതാക്കൾക്കുണ്ട്. മനസ്സിലായോ? അവർ മോശത്തരത്തിൽ പോയാൽ ഏറ്റവും കൂടുതൽ മോശമായി പോകും. അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ പോയാൽ അത്യുന്നതങ്ങളിൽ എത്തുമെന്നാണ് ഗുരു പറഞ്ഞു. അത് 73 ശേഷം ജനിച്ച കുഞ്ഞുങ്ങളെ അതുപോലെ വളർത്തണമെന്നാണ് ഗുരു പറഞ്ഞു. അത് ആശ്രമത്തിൽ മാത്രമല്ല, ഇത്രയെങ്കിലും നന്മ ചെയ്യുന്ന പരമ്പരക്കകത്തും പുറത്തുമുള്ള ഏതൊരു മാതാപിതാക്കൾക്കും നല്ല കുട്ടികളുണ്ടാവും. മനസ്സിലായോ? അപ്പൊ എന്താ പറയുക, അതാണ് ഗുരുവിന്റെ ആശയം ഈ ലോകത്തിന് കൊടുക്കാനുള്ള. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്നില്ലേ, ഓരോ മാതാപിതാക്കൾക്ക് ഉണ്ടായ കുട്ടികൾ അച്ഛനെ വെട്ടിക്കൊല്ലുന്നു, അമ്മേനെ വെട്ടിക്കൊല്ലുന്നു, ലോകത്ത് തന്നെ ക്രിമിനലായിട്ട് മാറുന്നു. അതെന്തുകൊണ്ടാണ്? അവന്റെ ആ സമയത്ത് ഇതുകൊണ്ടല്ല, ജനിക്കുന്ന ജീവന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. അതാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായത്? അല്ലാതെ ഞാൻ കുറെ പ്രാർത്ഥിക്കും, ഞാൻ ഗുരുവിന്റെ ഏറ്റവും വലിയ ഭക്തനാണ്, എനിക്ക് മുക്തി കിട്ടണം, എനിക്ക് മോക്ഷം കിട്ടണം, അവിടെയും സ്വാർത്ഥതയാണ്. മനസ്സിലായത്? നമ്മൾ ഈ കർമ്മത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഗുരു തരും, അല്ലെങ്കിൽ നമ്മുടെ ജീവനിൽ വന്നു ചേരും. നമ്മൾ ഈ ഇവിടെ ജനിച്ചിട്ട് നമ്മൾ തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അക്കൗണ്ട്